ഒരു പക്ഷേ ഈ 35 വർഷക്കാലത്തിൽ ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് ഇതാ ഇങ്ങനെയാണ് എന്ന് പറയണമെങ്കിൽ സാർ ഏതായിരിക്കും, ഏത് മേഖലയായിരിക്കും പറയുക? നമ്മുടെ പൊതുപണം, നമ്മുടെ പൊതുജനങ്ങളുടെ സമ്പത്ത് ചൂഷണം ചെയ്യുന്ന ആ മേഖല ഏതായിരിക്കും? ഇപ്പം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ കൊള്ള നടന്നത് കിഫ്ബി വഴിയാണ്. അത് ആ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നു അല്ല, മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആ PWD കോൺട്രാക്റ്റ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, എൻ്റെ ചിറ്റപ്പൻ ഒരു കോൺട്രാക്ടറായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഐ വാസ് എ വെരി എൻ്റർപ്രൈസിങ് പേഴ്സൺ, ചുമ്മാ ഇരിക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഈ സ്ട്രെച്ച് ഞാൻ ചെയ്തോട്ടെ, എനിക്ക് പൈസ തരുമെന്ന് ചോദിച്ചു. അദ്ദേഹം 100 രൂപയെ തന്നുള്ളൂ. ഞാൻ നിൽക്കുന്ന ദിവസമൊക്കെ ആയിട്ട് 100 രൂപയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അന്ന് തൊട്ട് PWD വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഐ ആം അഡ്വൈസിങ് സോ മെനി ഇൻഡസ്ട്രീസ്, ഐ ആം ആക്ച്വലി മെൻറ്ററിങ് സ്റ്റാർട്ടപ്പ്സ്. അപ്പം നമ്മൾ പല ഇൻഡസ്ട്രി നോക്കുന്നുണ്ടെങ്കിൽ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്ന 30-35% റിട്ടേണാണ്. അത്രയൊന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മൾ അത്രയും ടാർഗറ്റ് ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഗവൺമെൻറ് കോൺട്രാക്ട്സ് സമയത്തിനും കാലത്തിനും പൈസ കിട്ടത്തില്ല. 2 പറയുകയാണ് KFC പോയിട്ട് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുക. അപ്പം KFCയുടെ കമ്മീഷൻ പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ KSFEയുടെ കമ്മീഷൻ പോയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 15% കിട്ടണം. കാരണം എന്ന് വെച്ചാൽ ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു 8%, 9% ഒക്കെ ഒരു റിസ്ക്കും ഇല്ലാതെ കിട്ടും. ഇൻകം ടാക്സ് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു 25%. അപ്പോൾ 100 കോടി രൂപ നമ്മൾ മുടക്കുകയാണെങ്കിൽ 25 കോടി രൂപ എന്തായാലും ഓണേഴ്സ്, ഈ കോൺട്രാക്ടേഴ്സിൻ്റെ പ്രോഫിറ്റായിട്ട് പോയില്ല. അപ്പോൾ അയാൾക്ക് 25 കോടി രൂപ കിട്ടണമെങ്കിൽ അതിൽ നിന്ന് എടുത്ത് വേറെ ആർക്കും കൈക്കൂലി കൊടുക്കത്തില്ലല്ലോ. ആ കൈക്കൂലി കൊടുക്കുന്ന അനദർ 25 കോടി രൂപ അതിനായിട്ട് മാറ്റി വയ്ക്കും. ചുരുക്കി പറഞ്ഞാൽ, ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ ഹാവ് സീൻ ദാറ്റ്. നിങ്ങൾ നോക്ക്, PWD നിർമ്മിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ടെമ്പററി റൂഫ് ഇല്ലാതെ ചെയ്തിട്ടുണ്ടോ? കാരണം ലീക്ക് ചെയ്യും, ഉണ്ടാക്കിയാൽ ഉടൻ ലീക്ക് ചെയ്യും. നിയമസഭയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഡോക്ടർ MK മുനീർ, ഞങ്ങൾ ഒരു കോളേജിൽ പഠിച്ചതാണ്, അതെൻ്റെ സീനിയറാണ്. ഞാൻ പറഞ്ഞ്, അച്ഛനെ പറ്റി ഞാനൊരു പരാമർശം പറയുന്നുണ്ട്, തെറ്റായിട്ട് പറയരുത്. നിയമസഭ ഉണ്ടായി കഴിഞ്ഞപ്പം നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനത്തിനകത്ത് മഴ പെയ്ത് കഴിഞ്ഞപ്പം ചോർന്നു. അപ്പോൾ അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഒരു തൊപ്പി ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ അന്ന് CH ആയിരുന്നു PWD മന്ത്രി എന്ന് തോന്നുന്നു. അപ്പോൾ തിരുവനന്തപുരത്തുകാരെല്ലാവരും പറയുന്നത് CHൻ്റെ തൊപ്പിയാണ് അതിൻ്റെ മേളിൽ വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രം ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കിഫ്ബിയിൽ, അതിപ്പം ഞാനിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞോ എന്നുള്ളതല്ല. സോ കിഫ്ബി ക്ലെയിംസ് ടു ഹാവ് സ്പെൻഡ് നിയർലി 70,000 crore rupees, 70,000 കോടി രൂപയാണ്. അപ്പോൾ 35,000 കോടി രൂപ നമുക്ക് സ്ട്രെയിറ്റ് അവേ പറയാം. കിഫ്ബിക്ക് കുറച്ച് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് 35,000 കോടി രൂപ എങ്കിലും ഭൂമിയിൽ മുടക്കിയിട്ടുണ്ടാകും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഈ കണക്കാണ്. അതിൽ പോലും കിഫ്ബി വർക്ക് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർ തന്നെ എന്തെല്ലാം വെട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതും, കിഫ്ബിയിൽ എത്ര അഴിമതി ഉള്ള ഉദ്യോഗസ്ഥന്മാരെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടെന്നും എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് തന്നെ, ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കിഫ്ബി എന്ന് പറയുന്നൊരു, നോക്കുക, എത്ര ആശുപത്രികളിൽ എത്ര ബിൽഡിംഗ് കിടക്കുന്നുണ്ട്, എത്ര സ്കൂളുകളിൽ ബിൽഡിംഗ് കിടക്കുന്നുണ്ട്. ആശുപത്രിയിൽ ഡോക്ടർമാരില്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ല, നേഴ്സന്മാരില്ല. സ്കൂളുകളിലെ പിള്ളേർ കുറയാണ്. 1970-ൽ 7 ലക്ഷത്തിലധികം പിള്ളേർ സ്കൂളുകളിൽ വന്ന്, കുറച്ച് മാനിപ്പുലേറ്റഡ് കണക്കാണെങ്കിൽ പോലും 1991 6,50,000 കുട്ടികൾ, 50,000, 6,50,000 കുട്ടികൾ 91 കണക്ക് ഞാൻ നോക്കിയപ്പം വന്നതാണ്. ഇപ്പം ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തിനേക്കാൾ 20,000 കുട്ടികൾ കുറവാണ്. 2,70,000 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ 2,70,000 കുട്ടികൾ കുറയുന്ന സ്ഥലത്ത് എന്തിനാണ് ഇത്രയും വലിയ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത്? എന്നിട്ട് അതിനൊരു പേര് പറയുക, പൊതുവിദ്യാഭ്യാസം വെച്ചു. അപ്പോൾ കെട്ടിടം നിർമ്മിക്കുക, റോഡ് നിർമ്മിക്കുക, പാലം നിർമ്മിക്കുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൊള്ള.